ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു ക്ഷേത്രം വ്ലോഗാണ് കേട്ടോ. നമ്മൾ കുറേ ദിവസമായി വിചാരിക്കുന്നു ചന്ദനക്കാവ് ടെമ്പിളിൽ പോകണമെന്ന്. പക്ഷെ മഴയൊക്കെ തകർത്ത് പെയ്യുന്നതുകൊണ്ടും പിന്നെ ഹസ്ബൻഡിന് തീരെ ഒഴിവില്ലാത്തതുകൊണ്ടും നമ്മളതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മളത് ഫിക്സ് ആക്കിയിട്ടുണ്ട്, എന്ത് വന്നാലും നമ്മൾ പോകും എന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നോക്കിയപ്പോൾ മഴയാണ് കേട്ടോ. ചീഞ്ഞ മഴ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആദ്യം ഒന്ന് തണുത്തു പോകണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ നമ്മൾ വിചാരിച്ചാൽ ചെയ്യണം എന്നാണ്. അത് നമ്മൾ ദൈവത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നല്ലത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പുറപ്പെട്ടു. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നല്ല മഴയാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പോവാമെന്ന് വിചാരിച്ചതുകൊണ്ടായിരിക്കും ഒന്ന് കുറയുന്നുണ്ട്. ആമിക്കുട്ടിയാണെങ്കിലും പുറപ്പെട്ട് വന്നപ്പോൾ പിന്നെ അവൾക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് മലപ്പുറം പുത്തനത്താണി തിരുനാവായ പാതയിലുള്ള ചന്ദനക്കാവ് ടെമ്പിളിലേക്കാണ് കേട്ടോ. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് ദേവിയാണ്. അത് ഒരു പ്രതിഷ്ഠ മാത്രമല്ല അവിടെ ഉള്ളത്, അതൊരു ക്ഷേത്ര സമുച്ചയമാണ്. 10 ഏക്കറോളം പരന്ന് കിടക്കുന്ന വനമേഖലയിലുള്ള 18ഓളം ദേവീദേവന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ ഒരാളല്ല ഉള്ളത്, ഒരുപാട് പേരുണ്ട്. സോ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. നാരായണീയം രചയിതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുമായിട്ട് ഈ ക്ഷേത്രത്തിന് നല്ലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ, വാതരോഗം വന്നിട്ട് ഭട്ടത്തിരിപ്പാട് ഗുരുവായൂരിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ വീട്ടിൽ മച്ചിൽ ആരാധിച്ചിരുന്ന ദേവിയെ നല്ല ഉചിതമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതാണ് നമ്മുടെ ചന്ദനക്കാവിലെ അമ്മ എന്ന് പറയുന്നത്, അതായത് ദേവി. അതായത് പ്രധാന കോവിലിൽ ഭദ്രകാളിയായിട്ടുള്ള ദേവിയാണ് പ്രതിഷ്ഠ. കൂടാതെ അംഗരക്ഷകനായിട്ടുള്ള യവനീശനും ഉണ്ട് കേട്ടോ. കരായ ഭഗവതിയും ഈറ്റിലത്തമ്മയും അടുത്തടുത്ത് തന്നെ ഉണ്ട്. ഈ കരായ ഭഗവതി എന്ന് പറയുന്നത് ആയോധന കലകൾക്കൊക്കെ നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദേവീനെ എല്ലാവരും പ്രസാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈറ്റിലത്തമ്മേനെ അറിയാത്ത ഒരാളുണ്ടാവില്ല കേരളത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസവ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കുന്നത് ഈറ്റിലത്തമ്മയാണെന്നാണ് ഐതിഹ്യം. സന്താനലബ്ധി, അതുപോലെ തന്നെ സുഖപ്രസവം, അതുപോലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് പ്രഗ്നൻ്റ് ആവാൻ, പ്രഗ്നൻസി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് പ്രസവ സംബന്ധമായ തന്നെയാണ് പറയുന്നത്. അത്രയും കാര്യങ്ങൾക്കൊക്കെ ഈറ്റിലത്തമ്മേനെയാണ് എല്ലാവരും പ്രസാദിപ്പിക്കുന്നത്. അതായത് നമ്മൾ ആരാധിക്കുന്നതും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈറ്റിലത്തമ്മയ്ക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ദേവിക്ക് നമ്മൾ ചുവന്ന പട്ടും ഈറ്റിലത്തമ്മയ്ക്ക് കറുത്ത പട്ടുമാണ് നമ്മൾ വഴിപാട് കഴിപ്പിക്കേണ്ടത്. അതായത് സുഖപ്രസവത്തിനും കാര്യങ്ങൾക്കൊക്കെ ഇതാണ് നമ്മൾ ചെയ്യാറ്. ഞാനും പോയിട്ടുണ്ട് ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ട്. 7-ാം മാസം കഴിഞ്ഞാൽ നമുക്ക് അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ 7-ാം മാസം കഴിയുന്നതിന് മുന്നേ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഈ വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനൊരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ദേവിക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വഴിപാട് തീർത്ത് വരണം എന്നാണ് പറയുക. അവിടെ നിന്ന് ആമിക്കുട്ടിക്ക് ചോറൂണും ഉണ്ടായിട്ടുണ്ടായിരുന്നു. 18ഓളം പ്രതിഷ്ഠകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് അയ്യപ്പ ക്ഷേത്രം കാണാൻ കഴിയും. അവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് എള്ളുതിരിയാണ്. ഞാനും സുധിയും ആമിയും കൂടി എള്ളുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ. അവിടെ നേരെ വള്ളിക്കാവിലമ്മയാണ് വരുന്നത്. അവിടെ ഒരു കാവ് പോലെ കെട്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ താഴോട്ട് ഒരു അമ്പലത്തിൽ മഹാഗണപതിയും സരസ്വതിയും ശിവനും ബ്രഹ്മവും വിഷ്ണു ഒപ്പാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് പിന്നെയും കുറച്ചും കൂടി പോകണം. താഴത്തേക്കെന്ന് ഞാൻ പറയുന്നത് അങ്ങോട്ട് പോകണം എന്നുള്ളതാണ് കേട്ടോ. ആമിക്കുട്ടി നല്ല സന്തോഷത്തിലാട്ടോ അച്ഛൻ്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. അവളും തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാട്ടിനകത്തുള്ള അമ്പലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 6-ാം മാസത്തിലായിരുന്നു. ഇതാണ് ഗണപതിയുടെ ക്ഷേത്രം. അതായത് ഗണപതി മാത്രമല്ല, സരസ്വതി ഉണ്ട്, അതുപോലെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ത്രിമൂർത്തികളും അവിടെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് ആയിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. അത് ചതുർബാഹുവായിട്ടുള്ള ശ്രീ വൈകുണ്ഠനാഥനാണ് നിലകൊള്ളുന്നത്. ശ്രീകോവിലിൻ്റെ തെക്കു ഭാഗത്ത് ചുമരിൽ 3 ചിത്രങ്ങളുണ്ട്. അതായത് ഗണപതി, ഗരുഡാരൂഢൻ, അതുപോലെ കൃഷ്ണൻ. ഈ 3 ചിത്രങ്ങളടക്കമാണ് 18 പ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് മണ്ഡപം, അതായത് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മണ്ഡപം. അവിടെ വെച്ചിട്ട് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത് മഹാവിഷ്ണു ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും പൂജയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൊല്ലത്തിൽ ഒരു ദിവസം ഇവിടെ
കളമ്പാട്ടും കുരുതി പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതും ക്ഷേത്രത്തിൻ്റെ മേധാവികളുടെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ ഉണ്ടാവാറ്. ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുന്ന കുളത്തിലേക്കാണ് കേട്ടോ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കാല് നിറയ്ക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണും ആലിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. അവിടേക്ക് പോയാൽ ആല് വലം വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്തിനാണ് ആല് വലം വെക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ സുധിയും ആമിയും കൂടി കുളത്തിലേക്ക് പോവുകയാണ്, കുളം കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാലൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ക്ഷേത്രത്തിൽ ഓരോ കാര്യസാധ്യത്തിനും വേണ്ടിയിട്ടുള്ള പൂജകൾ വേറെ വേറെ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് വിദ്യാപൂജ, ദാമ്പത്യ പൂജ, മംഗല്യപൂജ, അതുപോലെ തന്നെ മംഗല്യസിദ്ധി, അങ്ങനെ ഓരോരോ പൂജകൾ വേറെ വേറെ തന്നെ ഉണ്ട്. എല്ലാം അവിടെ വെച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതും എല്ലാ ദിവസവും പൂജയ്ക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. കുറച്ച് നേരം കാത്തിരുന്നാൽ പ്രസാദമൊക്കെ ആയിട്ട് തന്നെയാണ് വരാൻ കഴിയുക. അങ്ങനെ കുളത്തിലെ കാല് നനയൊക്കെ കഴിഞ്ഞിട്ട് സുധി കയറി വരുന്നുണ്ട്. ശേഷം ഞാനും ഒന്ന് കാല് നനച്ചു കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ടാണ് തോന്നുന്നു. അത്യാവശ്യം നല്ല ഗ്രീനറി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുളം കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് വന്ന പോലെ തന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് ഉണ്ടായത്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ക്ഷേത്രത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വേട്ടക്കാരനും കീഴേക്കാവ് ഭഗവതി എന്ന് പറഞ്ഞിട്ട് 2 ടെമ്പിൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇനി അങ്ങോട്ടേക്കാണ് കേട്ടോ. മലബാർ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. ആദ്യം അതായത് ഈ ദേവസ്വം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ അവസ്ഥയിലുണ്ടായിരുന്ന അമ്പലം പിന്നീട് മേധാവികൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഭക്തജനത്തിരക്കും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ എന്നെന്ന് പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭക്തജനങ്ങൾ ഓരോരോ ദിക്കിൽ നിന്നും ഓരോരോ നാട്ടിൽ നിന്നും എത്തി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളിപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കയറുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അതായത് ശിഷ്യന്മാർക്ക് പഠനം കൊടുത്തിരുന്നതെന്നാണ് ഐതിഹ്യം വരുന്നത് കേട്ടോ. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ ചന്ദനക്കാവ് ദേവീക്ഷേത്രം. ദേവീക്ഷേത്രം എന്ന് എടുത്ത് പറയുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവി ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് വഴിപാട് നമ്മൾ വരുമ്പോൾ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു നെയ്വിളക്കും പായസമാണ് കഴിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ തിരക്ക് കാരണം പായസം കഴിഞ്ഞു പോയി. വെയിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങളത് അത്ര നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നെയ്വിളക്ക് മാത്രം ചെയ്തിട്ട് ഈറ്റിലെത്തമ്മേനെ ഒന്നുകൂടി തൊഴുതിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ പ്രസാദവും കാര്യങ്ങളൊക്കെ ആമിക്കുട്ടിക്കൊക്കെ തൊട്ടെടുത്തു. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതാണ് ഭയങ്കരമായൊരു സംഭവം കേട്ടോ. കാരണം ഇവിടെ വവ്വലുകൾ ഇങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അത്രയും വവ്വലുകളുണ്ട് കേട്ടോ. ക്രീ 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 എന്നുള്ള ഒച്ച ഇങ്ങനെ അത് ആ ഒരു കാട്ടിൽ പോയൊരു ഫീലാണ് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പോൾ ആ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വവ്വലുകളാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് തന്നെ പോയിട്ടോ. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആമി ഊഞ്ഞാലിലാടുന്നുണ്ട്. അങ്ങനെ പ്രസാദമൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ആമിക്കുട്ടി അങ്ങ് ഊഞ്ഞാൽമന്ന് നീക്കുന്നേ ഇല്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂട്ടുകൊണ്ട് കേട്ടോ കൂട്ടുകാർ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒക്കെ കൂടിയാൽ തന്നെ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. അപ്പം നിങ്ങളുടെ ഹെൽപ്പ് വേണം. എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൂടുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.